ഇടുക്കി പീരുമേട്ടിൽ മുന്നറിയിപ്പില്ലാതെ തോട്ടം അടച്ചുപൂട്ടിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തൊഴിലാളികൾ. പീരുമേട് ഹെലിബറിയ ടീ കമ്പനിയാണ് മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയത്. PF തുകയായി തൊഴിലാളികളിൽ നിന്ന് കമ്പനി കോടികളാണ് പിരിച്ചെടുത്തത്. പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി തുകയായി 1000-വും 2000 രൂപയാണ് നൽകിയത്. തൊഴിലാളികളുടെ PF അടയ്ക്കാനെന്ന പേരിൽ തോട്ടം മുറിച്ചുവിറ്റെന്നും ആരോപണമുണ്ട്. 800ഓളം തൊഴിലാളികളാണ് ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ ദുരിതമനുഭവിക്കുന്നത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് സന്ദീപ് രാജാക്കാട്. മുന്നറിയിപ്പില്ലാതെയുള്ള അടച്ചുപൂട്ടൽ തൊഴിലാളികളെ ദുരിതത്തിലാക്കിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഹെലിബറിയ ടീ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടാകുന്നില്ലേ? തൊഴിലാളികളെ കൂലി കൊടുക്കാതെ അവരിൽ നിന്ന് പിടിച്ച പണം കൃത്യമായി അടയ്ക്കാതെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണോ? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഇവർ ദുരിതം അനുഭവിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഉണ്ടായിരുന്ന വരുമാന മാർഗം ഇല്ലാതെയായി പട്ടിണിയുടെ നടുവിലേക്ക് 800ഓളം വരുന്ന തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ മാറിപ്പെട്ടിരിക്കുന്നു. ഒരു വിധത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത തരത്തിലാണ് ഇവരുടെ ഒരു സാഹചര്യം എന്നുള്ളതാണ്. അതായത് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും ശമ്പളവും കൊടുക്കാതെ, നമുക്കറിയാം ഈ എസ്റ്റേറ്റ് ലയങ്ങളൊക്കെ ഏത് സമയത്താണ് ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയാൻ കഴിയില്ല. അത്രയധികം പരിമിതികൾക്ക് നടുവിൽ നിന്ന് ദുരിതമനുഭവിച്ചാണ് ഇവിടെ ഉണ്ടായിരുന്ന തോട്ടം തൊഴിലാളികളൊക്കെ ഈ ഒരു വരുമാനം കിട്ടി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരാനുകൂല്യങ്ങളും, ശമ്പളം പോലും കൃത്യമായി കിട്ടുന്നില്ല മാസങ്ങളായിട്ട്. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള PF തുക പോലും ഈ കമ്പനി അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ ബാങ്ക് ലോൺ എടുത്തിരുന്നു. ആ ബാങ്ക് ലോൺ തിരിച്ചടച്ചിരുന്നത് കമ്പനി മുഖേനയാണ്. കമ്പനിയിലേക്ക് അത് പിടിക്കുകയും ആ കാശ് ബാങ്കിലേക്ക് അടയ്ക്കുകയായിരുന്നു രീതി. എന്നാൽ അത്തരത്തിലുള്ള ഈ പിരിച്ചെടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഈ കമ്പനിയുടെ കൈവശമുണ്ട്. പക്ഷേ തോട്ടം തൊഴിലാളികൾ വലിയ ബാധ്യതയിലേക്ക് തള്ളിവിടുന്നു, കടബാധ്യതയിലേക്ക് തള്ളിവിടുന്നു. ബാങ്ക് ഇവർക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം അടക്കം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു തോട്ടം അടച്ചുപൂട്ടി, ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടി മുമ്പോട്ട് പോയിരിക്കുന്നതെന്നാണ് ഇവിടെ തോട്ടം തൊഴിലാളികളാണ്. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഒരു സാഹചര്യം ഇപ്പോൾ? ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ കൺവീനർമാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങളുടെ എസ്റ്റേറ്റിലേവാണ് ഇങ്ങനെ കിടക്കുക. എപ്പോഴാണ് ഏത് സമയമാണ് ഇവിടെ മഴ പെയ്താൽ ഞങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല, ചോർച്ച കൊണ്ട്. ബാത്റൂമുകൾ ശരിയാക്കി തരത്തില്ല. ഞങ്ങൾ ജോലി സമയത്ത് ജോലി ചെയ്ത് ഞങ്ങളുടെ ശമ്പളം ചോദിക്കാൻ പോയാൽ അവർ ഭീഷണിയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് പണി തരത്തില്ല. പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് പണി കൊടുക്കത്തുള്ളൂ, ഞങ്ങൾക്ക് പണിയില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ പെർമനന്റ് തൊഴിലാളികളാണ്. 26 വർഷമായി ഞങ്ങൾ ഈ എസ്റ്റേറ്റ് പണിയാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ ഞങ്ങളുടെ ആനുകൂല്യം PF ഇതുവരെ അടച്ചിട്ടില്ല. ഞങ്ങൾക്ക് 66 മാസമായി ഞങ്ങളുടെ PF അടച്ചിട്ട്. ഞങ്ങൾ അത് ചോദിക്കാൻ ഞങ്ങളുടെ കൺവീനർമാർ പോയപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അതിന് പ്രകാരം ഞങ്ങൾ പോയി ചോദിച്ചതിന് ഇപ്പം ഞങ്ങൾക്കും പണിയില്ല. ഹിന്ദിക്കാർക്ക് പണി കൊടുത്താൽ ഞങ്ങൾക്ക് പണി തരാമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്നാന്ന് വെച്ചാൽ ഇത് വേണ്ട നടപടി ഞങ്ങൾക്ക് എടുക്കണം. അതേ ഉള്ളൂ. ഇപ്പം തോട്ടം വ്യാഴാഴ്ച 12-ാം തീയതി തൊട്ട് പൂട്ടിയിരിക്കും. മുന്നറിയിപ്പൊന്നും തന്നിട്ടില്ല. വലിയ പ്രതിസന്ധിയാണ്. ഈ ഒരു വരുമാനത്തെ ആശ്രയിച്ചാണ് മുമ്പോട്ട് പോയിരുന്നത് അല്ലേ? അതെ. ഇതേ തുറന്നാലല്ലേ ഞങ്ങളുടെ കഞ്ഞുകൂടി നടക്കത്തുള്ളൂ. തുറക്കണം, അതാ ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ പൈസ അടച്ചോണ്ട് ഞങ്ങൾക്ക് തുറക്കണം. ഞങ്ങളുടെ പിള്ളേരെ പള്ളിപ്പുറത്ത് വിടുന്നേ ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ഇത് മൊത്തം മിച്ചം എല്ലാം കറക്റ്റായിട്ട് മിച്ചം 10-ാം തീയതി തന്നുകൊണ്ടിരുന്ന മിച്ചമാണ്. അത് 25-ാം തീയതി തൊട്ട് 30-ാം തീയതി ആക്കിയിട്ടും ഇതുവരെ ഞങ്ങൾക്ക് മിച്ചം തന്നിട്ടില്ല. അതുപോലെ അധിക കിലോ എന്ന് പറഞ്ഞാൽ 27 കിലോയാണ് ഞങ്ങൾക്ക് ഈ ശമ്പളം തരുന്നത്. അതിൻ്റെ മേലിൽ ഞങ്ങളെ കൊണ്ട് വെട്ടിച്ച് 60 കിലോയ്ക്ക് മേലിൽ 5 രൂപ 50 പൈസയാണ് 1 കിലോയ്ക്ക് തരുന്നത്. അതും അവർക്ക് അധികമായിട്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ സ്ത്രീ തൊഴിലാളികൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ അവർ തരിക.